തെരഞ്ഞെടുപ്പ് ആരവുമില്ലാതെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ പലയിടത്തായി താമസിക്കുന്ന വോട്ടർമാരെ കാണാൻ സ്ഥാനാർത്ഥികൾ കിലോമീറ്റർ സഞ്ചരിക്കണം. ഉത്സവ പ്രതീതിയോടെയാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ തദ്ദേശപ്പോരുകൾ ആഘോഷമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ആ ആരവങ്ങൾ ഇവിടെ ഓർമ്മകൾ മാത്രമാണ്. ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് അതൊരു ഓർമ്മയുടെ കാലഘട്ടം കൂടിയാണ്. അന്ന് വോട്ടിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന പലരും ഇന്നില്ല. ഉള്ളവരാകട്ടെ ജില്ലയുടെ അങ്ങിങ്ങ് കിടക്കുകയാണ്. ഒത്തൊരുമിച്ച് ഉത്സവം പോലെ കൊണ്ടാടിയ തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ ഇന്നും ഇവർ ഓർമ്മിക്കുന്നു. ഇവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നാടിൻ്റെ ഉത്സവമാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ ഇലക്ഷന് കണ്ട ആളുകളൊന്നും ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകൾ നാട് വിട്ടു പോയി, കുറേ ആളുകൾ വയനാട് ജില്ലേൻ്റെ മുക്കിലും മൂലയിലൊക്കെയാണ് താമസം. ആളുകളൊന്നും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഉള്ള ആളുകൾ തന്നെ ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതാണ് നമുക്ക് വളരെ സങ്കടകരമായ കാര്യം. മുന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇലക്ഷൻ ആകുമ്പോൾ പല പാർട്ടികളും പല കൊടികളും പല നിറത്തിലുള്ള കൊടികളും എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. ഇലക്ഷൻ ടൈമിൽ എല്ലാവരും റോട്ടിൽ അവനാൻ്റെ ചിഹ്നം എഴുതുമ്പോൾ എല്ലാവരുടെ കയ്യിലും രാത്രി 10 മണിക്കൊക്കെ ചായ ഇതൊക്കെ ഉണ്ടോ, എല്ലാവരും ഷെയർ ഇട്ട് നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കാണ്ട് അങ്ങനെ മുന്നോട്ട് പോയതാണ്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഇല്ല. ഉരുളോട്ടി ഇപ്പോൾ എല്ലാവരും പല വഴിക്കല്ലേ. ഈ പ്രളയം സംഭവിച്ച് വളരെ ബുദ്ധിമുട്ടും വിഷമത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ആളുകൾ തീരെ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ വരുന്നതിനെ കൊണ്ട് നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ വിജയം ഒരുക്കി നമ്മൾ കണക്കാക്കിയിട്ടില്ല. എന്തായാലും ഒരു ജയിക്കട്ടെ, ഒരു പുതിയ ഒരു വികസനം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങളോട് ഞങ്ങളെ സുഹൃത്തുക്കളാണെങ്കിലും അവർ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പാലിക്കട്ടെ, അവർ ജയിക്കട്ടെ എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. തോട്ടം തൊഴിലാളികളും വിരലിലെണ്ണാവുന്ന കച്ചവടക്കാരും ടൂറിസ്റ്റുകളും മാത്രമാണ് ഇന്നിവിടെയുള്ളത്. പിന്നെ രാജ്യത്തിന്റെ മനോധൈര്യം വിളിച്ചോതുന്ന ബെയിലി പാലവും. വളരെ സൗഹാർദ്ദപരമായി സഹകരണ മനോഭാവത്തോടെ നടത്തി വന്നിരുന്ന തെരഞ്ഞെടുപ്പുകൾ ഓരോന്നും ഓർത്തെടുക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ചവർ. ഒപ്പം വോട്ട് ചോദിച്ചു നടന്ന സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ. ഒരുപാട് നഷ്ടങ്ങളുടെ ഓർമ്മയാണ് തെരഞ്ഞെടുപ്പ് കാലം. അതിജീവനത്തിന്റെ മനക്കരുത്തുമായി പുതുജീവൻ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഓരോരുത്തരും. നാടിനെ ഓർമ്മിപ്പിക്കുന്ന പേരുകളോടെയാണ് സംരംഭങ്ങൾ പലരും തുടങ്ങുന്നത്. ഞങ്ങൾ കൂലിപ്പണിയെടുത്ത് ജീവിച്ച ആളുകളാണ്. ഇപ്പോൾ ഈ അച്ചാറിൻ്റെ കൊടയും അച്ചാറുമായിട്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 8 പേര് കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നല്ല ആഘോഷവും പരിപാടിയൊക്കെ ആയിരുന്നു. കലാശക്കൊട്ട് ഇവിടെ CPM-ൻ്റെ, ഇവിടെ കോൺഗ്രസിൻ്റെ, അതിൻ്റെ അപ്പുറത്ത് BJP, അങ്ങനെയായിരുന്നു കലാശക്കൊട്ട് ഇവിടെ ഉണ്ടാവുക. എൻ്റെ ഫ്രണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ കലാശക്കൊട്ടിനൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവരൊന്നും ഇന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ട്. സുരക്ഷിത ഇടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങണം. ജീവിക്കാനും വികസനത്തിനും വേണ്ടിയാണ് ഇത്തവണ വോട്ട് ചെയ്യുകയെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനം, വയനാട്.